19-ാമത്തെ ആയത്തിൽ അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ വയഖ്ബിദ്ന, അവർക്ക് മുകളിൽ ആ ചിറകും വിടർത്തി പറക്കുന്ന പക്ഷികളിലേക്ക് അവർ നോക്കുന്നില്ലേ? അള്ളാഹു ആ പക്ഷികളിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുകയാണ്. ശേഷം മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹു ആണ് അവയെ താങ്ങി നിർത്തുന്നത്. ഇന്നഹു ബികുല്ലി ഷൈഇൻ ബസീർ, അവന് എല്ലാ കാര്യത്തെ സംബന്ധിച്ചും കണ്ടറിയുന്നവനാണ്. അതാണ് ആയത്ത്. ഇൻഷാ അല്ലാഹ് പക്ഷികളിലേക്ക് പിന്നീട് നമ്മൾ വരും. ആദ്യമായിട്ട് ഈ ഒരു ആയത്തിന്റെ പ്ലേസ്മെന്റ് വളരെ ശ്രദ്ധേയമാണ്. പല സമയത്തും പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ആയത്ത് നമ്മൾ കോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ആ മൊത്തം സൂറത്ത് നോക്കുന്ന സമയത്ത് ആ സൂറത്തിന്റെ ഏത് പോയിന്റിലാണ് ഈ ഒരു ആയത്ത് കടന്നു വരുന്നത് എന്നുള്ള ആ ഒരു ആയത്തിന്റെ കോണ്ടെക്സ്റ്റ് വളരെ ശ്രദ്ധേയമാണ്. മൊത്തം സൂറത്ത് വെച്ച് നമ്മൾ നോക്കുന്ന സമയത്ത് ഇപ്പൊ പരിശുദ്ധ ഖുർആന്റെ പ്രഥമ സംബോധിതർ എന്നുള്ളത് ആ മക്കയിലുള്ള ഖുറൈശികളാണ്. അവരുടെ ആ തുടരെയുള്ള ആ നിഷേധ നിലപാടിന്, ആ ഒരു പ്രവണതക്കുള്ള താക്കീത്, ഇന്താറാണ് ഈ ഒരു സൂറത്തിന്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ പ്രാഥമികമായിട്ട് അള്ളാഹു അവരോടും പിന്നീട് ഖിയാമത്ത് നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യരോടാണ് അള്ളാഹു സംവദിക്കുന്നത്. അപ്പൊ തൊട്ടു മുമ്പുള്ള ആയത്തിൽ അള്ളാഹു ചോദിച്ചത്, നിങ്ങൾ സുരക്ഷിതമായിട്ട് കാണുന്ന ആ വാനലോകത്ത് നിന്നും വല്ല ശിക്ഷയും ചരൽ വർഷവും മറ്റും ബാധിക്കില്ലെന്ന് നിങ്ങൾ നിർഭയരാണോ? ആ ഒരു ചോദ്യമായിരുന്നു. ഉടനെ തന്നെ അവരോട് ആ വാനലോകത്തുള്ള പക്ഷികളിലേക്ക് നോക്കാൻ പറയാണ്. മനോഹരാണ്. ഇവിടെ ഒരു ആയത്ത് തന്നെ രണ്ട് ഓഡിയൻസിന് അത് വായിക്കുന്ന സമയത്ത് രണ്ട് ചിത്രമാണ് ലഭിക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ പ്രഥമ സംബോധിതരായിട്ടുള്ള ആളുകൾക്ക് ആ ശിക്ഷയെ സംബന്ധിച്ച് പറഞ്ഞ ഉടനെ പക്ഷികളിലേക്ക് നോക്കാൻ പറയുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവരെ ഉണർത്താൻ പോകുന്നത് അവർക്കറിയാവുന്ന പക്ഷികളുടെ ഒരു സംഭവമായിരിക്കും. അതേതാണത്? പരിശുദ്ധ ഖുർആനിലെ 105-ാമത്തെ അധ്യായം സൂറത്തുൽ ഫീലിൽ വ അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, ആ പക്ഷികളിലൂടെ അള്ളാഹു ശിക്ഷ നൽകിയ ഒരു സംഭവം അവർക്ക് ഏവർക്കും സുപരിചിതമാണ്. അതായിരിക്കും അവരെ ഉണർത്തുന്നത്. അപ്പൊ പ്രാഥമികമായിട്ട് ആ രൂപത്തിലാണെങ്കിലും പരിശുദ്ധ ഖുർആന്റെ സന്ദേശം എന്നുള്ളത് അവസാന നാൾ വരെയുള്ള മുഴുവൻ മനുഷ്യർക്കുള്ളതാണ്. അപ്പൊ നമ്മൾ ഈ ഒരു ആയത്തിലേക്ക് വരുന്ന സമയത്ത്, അതിനു മുമ്പ് ഇപ്പൊ നമ്മൾ ഇതുവരെ ചർച്ച ചെയ്ത ആയത്തുകളെല്ലാം പരിശോധിക്കുന്ന സമയത്ത് അവിടെ ആവർത്തിച്ചു വരുന്ന ഒരു തീമുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോകരുത്. അതായത് ഇപ്പൊ നമ്മളൊരു കാര്യത്തെ ഒരു പ്രത്യേക ഫോർമാറ്റിൽ ദിനേനെ കാണാൻ, അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് ആ ഒരു അനുഗ്രഹത്തിന് വേണ്ടത്ര വില കൽപ്പിക്കാതെ അതെന്നും അതേ രൂപത്തിൽ തന്നെ ഉണ്ടാകും എന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തുകയാണ്. ഈ ഒരു സൂറത്തിൽ ഉടനീളം അള്ളാഹു അതിന്റെ ഒരു മറുവശം, അതിന്റെ ഒരു വിപരീത ചിത്രം നൽകി അള്ളാഹു നമ്മളോട് പറയുന്നത്, ഒന്നാമതായിട്ട് അത് ഡീഫോൾട്ട് അല്ല, അത് ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹമായിട്ട് നൽകിയതാണ്. രണ്ടാമതായിട്ട് നീ കാണുന്ന ഈ രൂപത്തിലല്ലാതെ അത് ഈ രൂപത്തിലാകാന്നുള്ള അതിന്റെ ഒരു വിപരീത ചിത്രവും അള്ളാഹു നൽകുന്നുണ്ട്. തുടക്കം മുതൽ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ അള്ളാഹു ഖലഖൽ മൗത വൽ ഹയാത്ത്, ജീവിതവും മരണവും അല്ല പറഞ്ഞത്, മറിച്ച് തിരിച്ചാണ്, മരണവും ജീവിതമാണ്. അതായത് നിങ്ങൾ ജീവിതത്തെയാണ് ആദ്യം കാണുന്നെങ്കിൽ അള്ളാഹു പറയാൻ ഡീഫോൾട്ട് എന്നുള്ളത് മരണമാണ്, ഞാൻ നിങ്ങൾക്ക് ജീവിതം എക്സെപ്ഷൻ ആയിട്ട് നൽകിയതാണ്. ഒന്ന്. രണ്ടാമതായിട്ട് ഇപ്പൊ ഭൂമിയെ സംബന്ധിച്ച് അള്ളാഹു പറഞ്ഞു ജഅല ലക്കുമുൽ അർള ദലൂലൻ, അത് ഇതേ രൂപത്തിൽ ഭൂമി എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാ അർത്ഥത്തിലും അനുഗ്രഹമാണ്, നിങ്ങളുടെ റിസ്ഖെല്ലാം അവിടെയുണ്ട്. പക്ഷേ ഉടനെ തന്നെ അള്ളാഹു അതിന്റെ ഒരു മറുവശം യഖ്സിഫ ബിക്കുമുൽ അർള്, ആ ഭൂമി ഈ രൂപത്തിലും ആകാം. അതേപോലെ തന്നെ ജിൽസാൽ, ആ ഭൂകമ്പത്തെ സംബന്ധിച്ചും ഇവിടെ പറയുന്നുണ്ട്. അതേപോലെ തന്നെ വാനലോകം, അതും മഴയും അതേപോലെ തന്നെ റിസ്ഖെല്ലാം നിങ്ങൾക്ക് നൽകുന്നുണ്ട്. അതിന്റെ ഒരു മറുവശം ഉടനെ തന്നെ യുർസല അലൈക്കും ഹാസിബ. വീണ്ടും ഒന്നുകൂടെ വ്യക്തമായിട്ട് ആ വിപരീത ചിത്രം 22-ാമത്തെ ആയത്തിലും അഫമൻ യംശി മുക്കിബ്ബൻ അലാ വജ്ഹിഹി, അള്ളാഹു പറയുന്നുണ്ട് മുഖം നിലത്തു കുത്തിക്കൊണ്ട് നടക്കുക. അപ്പൊ നമ്മൾ കാണുന്ന ഡീഫോൾട്ട് എന്നുള്ളത് നേരെ തിരിച്ചാണ്. അപ്പൊ അള്ളാഹു അതിന്റെ റിവേഴ്സ് അവിടെ പറയുന്നുണ്ട്. ഈ ഒരു ആയത്ത് കേട്ട ഉടനെ സ്വഹാബികൾ ചോദിക്കുന്നുണ്ട്, ഓ പ്രവാചകരെ, അതെങ്ങനെയാണ് അങ്ങനെ നടക്കുക? നമ്മൾ മുഖം കുത്തി എങ്ങനെയാണ് നടക്കുക? അപ്പൊ റസൂലുള്ള ഉടനെ തന്നെ മറുപടി പറയുന്നുണ്ട്, ഇരുകാലിൽ നിങ്ങളെ നടത്തിയ ആൾക്ക്, അതായത് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അത് തലതിരിച്ച് നടത്താനും അള്ളാഹുക്ക് കഴിയുമെന്നുള്ള, അത് മാത്രം റസൂലുള്ള നൽകിയ മറുപടി. സുബ്ഹാനല്ലാഹ്. അപ്പൊ നമ്മൾ ഡീഫോൾട്ടായി കാണുന്നതെല്ലാം അതിനെ ഈ രൂപത്തിൽ അതിന് വിപരീത ദിശയിലേക്ക് കൊണ്ടുവരാനും അള്ളാഹുക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി ആ ഒരു മൈൻഡ് സെറ്റോട് കൂടെ നമ്മൾ ഈ ഒരു ആയത്തിലേക്ക് വരുന്ന സമയത്ത് ഇപ്പൊ പക്ഷികളുടെ അഫ്സൽ, ആ ഡീഫോൾട്ട് എന്നുള്ളത് ഭൂമിയാണ്. പറക്കുന്ന സമയത്ത് അള്ളാഹു എക്സെപ്ഷൻ ആണ്, അത് അള്ളാഹു അതിനെ താങ്ങി നിർത്തുകയാണ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. അതായത് ഏതുപോലെ എന്ന് വെച്ചാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, നമ്മളും ജീവനുള്ള ഓരോന്നും ആ അള്ളാഹുവിന്റെ വെന്റിലേറ്ററിലാണ്. അള്ളാഹു ആണ് നമ്മളെ താങ്ങി നിർത്തുന്നത്. അള്ളാഹു ആ സപ്ലൈ നിർത്തുന്നതോടുകൂടെ നമ്മൾ ആ അസല് ആ ഡീഫോൾട്ടിലേക്ക് മടങ്ങേണ്ടി വരികയാണ്. ചേർത്ത് വായിക്കേണ്ടത് 21-ാമത്തെ വചനത്തിൽ അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ, അള്ളാഹു ചോദിക്കുന്നുണ്ട്, ആ ഉപജീവനം, അള്ളാഹു നൽകുന്ന ഉപജീവനം, ആ റിസ്ക് നിർത്തിവെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആരാണ് നൽകുക? അപ്പൊ അവിടെ പക്ഷികളുമായിട്ട് ചേർത്ത് വെക്കുന്ന സമയത്ത് റസൂലുള്ള മറ്റൊരു ഹദീസിലും റസൂലുള്ള പറയുന്നുണ്ട്, നിങ്ങൾ അള്ളാഹുവിൽ വേണ്ട വിധം ഭരമേൽപ്പിച്ചാൽ ആ പക്ഷികൾക്ക് റിസ്ക് നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നെല്ലാം റസൂലുള്ള പറയുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഏറെ ഒന്നും ചിന്തിക്കാതെ ദിനേന അനുഭവിക്കുന്ന ഓരോ അനുഗ്രഹങ്ങളും അതെല്ലാം അള്ളാഹു നമുക്ക് പ്രത്യേകമായിട്ട് അള്ളാഹുവിന്റെ കാരുണ്യം മുഖേന നൽകിയതാണ്. മറ്റൊരു ശ്രദ്ധേയമായിട്ടുള്ള പോയിന്റ്, ഈ ഒരു സൂറത്തിൽ അള്ളാഹിന്റെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള റഹ്മാൻ, അള്ളാഹിന്റെ കാരുണ്യത്തെ കുറിക്കുന്ന ആ നാമം ആവർത്തിച്ച് അള്ളാഹു ഉപയോഗിക്കുന്നുണ്ട്. 4 തവണ സൂറത്തിൽ ആ റഹ്മാൻ എന്നുള്ള നാമം തന്നെ കടന്നു വരുന്നുണ്ട്. കാരണം
ഈ രൂപത്തിലുള്ള അനുഗ്രഹങ്ങളെ നമ്മളെ വീണ്ടും വീണ്ടും ഉണർത്തുകയാണ്. അപ്പൊ ഇനി നമ്മൾ ആ ഒരു ആയത്തിലേക്ക് പക്ഷികളിലേക്ക് മാത്രം ഫോക്കസ് ചെയ്യുകയാണ്. അപ്പൊ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യം, ആദ്യം അള്ളാഹു മുകളിലേക്ക് നോക്കാൻ പറഞ്ഞു, സബഅ സമാവാത്തിൻ തിബാഖ. അതിനുശേഷം താഴെ ഭൂമിയിലേക്ക്, ഹുവല്ലദീ ജഅല ലക്കുമുൽ അർള ദലൂലൻ. ഇനി അതിന് രണ്ടിനുമിടയിലുള്ള ഒരു ജീവിവർഗത്തിലേക്ക് അള്ളാഹു ശ്രദ്ധ ക്ഷണിക്കുകയാണ്. അവിടെ ചേർത്ത് വായിക്കേണ്ടത് നേരത്തെ പറഞ്ഞ സൂറത്ത് ത്വാഹയിലെ 6-ാമത്തെ വചനത്തിൽ ലഹു മാഫി സമാവാത്തി വമാഫിൽ അർളി വമാ ബൈനഹുമ, ഭൂമിയിലുള്ളതും വാനലോകങ്ങളിലുള്ളതും അതിനിടയിലുള്ളതെല്ലാം അള്ളാഹുവിന്റേതാണ്. ഇപ്പൊ പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് തന്നെ സൂറത്തു നഹ്ലിന്റെ 79-ാമത്തെ ആയത്തിൽ അലം യറൗ ഇലത്വൈരി മുസഖറാത്തിൻ ഫീ ജൗവി സമാഇ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. അള്ളാഹുവിന്റെ കൽപ്പനകൾക്ക് വിധേയമായി അന്തരീക്ഷത്തിൽ പറക്കുന്ന പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടില്ല. ശേഷം ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യുഅ്മിനൂൻ. അള്ളാഹു പറയാണ്, വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിൽ തീർച്ചയായിട്ടും ദൃഷ്ടാന്തങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് മുമ്പിൽ നമ്മുടെ പ്രകൃതിയിൽ പാറിപ്പറക്കുന്ന പക്ഷികള് ചിന്തിക്കുന്ന ഏതൊരാൾക്കും വലിയ അത്ഭുതമാണ്. അതിൽ നിരവധി ആയത്തുകൾ ഉണ്ടെന്നാണ് അള്ളാഹു പറയുന്നത്. നമുക്കില്ലാത്ത അല്ലെങ്കിൽ നമ്മൾ നിരവധി നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിലൂടെ എല്ലാം വികസിപ്പിച്ചെടുത്ത പലതും വളരെ നിസ്സാരമായിട്ട് നമ്മൾ കാണുന്ന പക്ഷികൾക്ക് അത് ഡീഫോൾട്ടായിട്ട് ജന്മനാ തന്നെ അവർക്ക് ലഭിച്ചതായിട്ട് കാണാൻ സാധിക്കും. പല കഴിവുകളും നമ്മളെ ഏറെ അത്ഭുതപ്പെടുന്നതാണ്. അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇപ്പൊ ഉദാഹരണത്തിന് വേഗത, ലോകത്തെ ഏറ്റവും വേഗതയുള്ള ജീവികൾ എന്നുള്ളത് അത് ചീറ്റ എന്നല്ല, മറിച്ച് പക്ഷികളുടെ പരുന്തുവർഗത്തിൽപ്പെട്ട പെരിഗ്രീൻ ഫാൽക്കൺ എന്നറിയപ്പെടുന്ന ഒരു പക്ഷിയാണ്. മണിക്കൂറിൽ 188 കിലോമീറ്റർ വേഗതയിലാണ് അത് സഞ്ചരിക്കുന്നത്. അത് മനുഷ്യനായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു മനുഷ്യന്റെ ഏറ്റവും വലിയ വേഗത എന്നുള്ളത് മണിക്കൂറിൽ 44 കിലോമീറ്റർ മാത്രമാണ്. അപ്പൊ ലോകത്തെ ഏറ്റവും വേഗതയുള്ള മനുഷ്യനേക്കാൾ 4 ഇരട്ടി വേഗതയിലാണ് വെറും 19 ഇഞ്ച് മാത്രം വലുപ്പമുള്ള ഈ പക്ഷികൾ സഞ്ചരിക്കുന്നത്. അപ്പൊ അതേപോലെ തന്നെ അവർക്ക് അള്ളാഹു നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള കാഴ്ച. അപ്പൊ മനുഷ്യൻ ആ പരുന്തിന്റെ കണ്ണുകൾ ലഭിച്ചാൽ, ഈഗിൾ വിഷൻ ലഭിക്കുകയാണെങ്കിൽ 10 നില ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്നും താഴേക്ക് നോക്കിയാൽ ഒരു ഉറുമ്പ് അരിച്ചു പോകുന്നത് കൃത്യമായിട്ട് കാണാൻ സാധിക്കും എന്നുള്ളത്. അത്രയും സൂക്ഷ്മമായിട്ടുള്ള ആ ഒരു സൂമിംഗ് കപ്പാസിറ്റിയാണ് അവരുടെ കണ്ണുകൾക്കുള്ളത്. അപ്പൊ ഈ ഒരു ആയത്തിൽ അള്ളാഹു പക്ഷികളായിട്ട് ബന്ധപ്പെട്ട് അവലം യറൗ ഇല ത്വയ്രി ഫൗഖഹും സ്വാഫാത്തിൻ, പ്രത്യേകമായിട്ട് അവരുടെ അത് ആ സ്വഫ് നമുക്കറിയാം, നമസ്കാരത്തിനല്ല അണികളായിട്ട്, അതല്ലെങ്കിൽ നേരെ എന്നുള്ള അർത്ഥമാണ്. അപ്പൊ നേരെ അവർ ആ ചിറക് വിടർത്തുന്നതിനെ സംബന്ധിച്ചാണ്. അതല്ലെങ്കിൽ സ്വഫായിട്ട് പൊതുവെ നമുക്കറിയാം, ഇപ്പൊ ദേശാടന കിളികൾ, മൈഗ്രേറ്റിംഗ് ബേർഡ്സ് എല്ലാം അവര് ഈ രൂപത്തിൽ സ്വഫായിട്ടാണ് അത് സഞ്ചരിക്കാറുള്ളത്. അത് മറ്റൊരു കാര്യമാണ്. അത് ഇപ്പൊ ചിന്തിച്ചു നോക്കുക, അപ്പൊ നമ്മള് നൂറ്റാണ്ടുകളുടെ ഗവേഷണത്തിന്റെ ഫലമായിട്ടെല്ലാം നമ്മൾ വികസിപ്പിച്ചെടുത്ത GPS വെല്ലുന്നതാണ് അവരുടെ ഇൻബിൽറ്റ് ആയിട്ട് അവർക്ക് ലഭിക്കുന്ന കഴിവുകൾ. ഇപ്പൊ തികച്ചും അവിശ്വസനീയമായിട്ടുള്ള ജന്തുലോകത്തെ ദേശാന്തര ഗമനത്തിന്റെ യാത്രകൾ, ഇൻക്രെഡിബിൾ ജേണി എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. ഇപ്പൊ കോമൺ സ്വിഫ്റ്റ് എന്നുള്ള ഒരു പക്ഷി, അത് 10 മാസമാണ് നോൺ സ്റ്റോപ്പായിട്ട് അത് പറക്കുന്നത്. ദേശാന്തര ഗമനത്തിന് വേണ്ടി പറക്കാൻ നോൺ സ്റ്റോപ്പാണ്. അത് ഭൂമിയിലേക്ക് ഇറങ്ങാതെ 10 മാസം തുടർച്ചയായിട്ട് അത് പറന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇത്രയും ദൂരം നോൺ സ്റ്റോപ്പായിട്ട് എങ്ങനെയാണ് പറക്കുക? അതിന് വിശ്രമം വേണ്ട എന്നാണെങ്കിൽ അവിടെയും അള്ളാഹു അവക്ക് നൽകിയിട്ടുള്ള അത്ഭുതകരമായിട്ടുള്ള ഒരു സിദ്ധി, ആ പറക്കുന്ന സമയത്ത് തന്നെ ശരീരത്തിന്റെ ഒരു ഭാഗം ഉറക്കു മോഡിലേക്ക്, സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. എന്നിട്ട് അത് തളരുന്ന സമയത്ത് അടുത്ത ഭാഗം, ഈ രൂപത്തിൽ വിശ്രമിച്ചുകൊണ്ട് തന്നെയാണ് അവർ യാത്ര ചെയ്യുന്നത്. അങ്ങനെ 10,000-കണക്കിന് കിലോമീറ്ററുകൾ കടലുകളും ഭൂഖണ്ഡങ്ങളെല്ലാം താണ്ടി അത് കൃത്യമായിട്ട് ആ ലക്ഷ്യസ്ഥാനത്ത് തന്നെ തിരിച്ചെത്തുകയാണ്. ഇപ്പൊ നമ്മുടെ GPS സംവിധാനങ്ങൾ എത്ര അഡ്വാൻസ്ഡ് ആണെങ്കിലും ചില സമയത്തെങ്കിലും അതിന് വഴിവഴക്കാറുണ്ട്. പക്ഷെ ഈ പക്ഷികളെ സംബന്ധിച്ചിടത്തോളം കൃത്യമായിട്ട് അത് എത്ര ദൂരാണെങ്കിലും ആ ദൂരം താണ്ടി ആ ഒരു കൃത്യ സ്പോട്ടിൽ അത് എത്തും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇപ്പൊ ഈ സന്ദേശവാഹകരായിട്ട് പക്ഷികളെയെല്ലാം ഇപ്പൊ 19-ാം നൂറ്റാണ്ടിൽ നമ്മൾ ഈ ടെലഗ്രാഫ് എല്ലാം കണ്ടെത്തുന്നതിന് മുമ്പ് വരെ നമ്മുടെ ഇമെയിലും വാട്സപ്പായിട്ടെല്ലാം പക്ഷികളായിരുന്നു വ്യാപകമായിട്ട്, പ്രത്യേകിച്ച് സൈനിക മേഖലയിലെല്ലാം അവർ ഉപയോഗിച്ചിരുന്നത്. ഇപ്പൊ ലോകയുദ്ധ കാലങ്ങളിലെല്ലാം അതിനുവേണ്ടി മാത്രം ലക്ഷക്കണക്കിന് പക്ഷികളെ, പ്രാവുകളെല്ലാം ഈ സന്ദേശവാഹകരായിട്ട് മാത്രം അവർ ഉപയോഗിച്ചിരുന്നു. അപ്പൊ എങ്ങനെയാണ് ഇത്രയും കൃത്യമായിട്ട് 1000-കണക്കിന് കിലോമീറ്ററുകളെല്ലാം താണ്ടി ആ ലക്ഷ്യസ്ഥാനത്ത് തെറ്റാതെ എത്തിച്ചേരാൻ സാധിക്കുന്നത്? നിരവധി വിശദീകരണങ്ങൾ ഈ മേഖലയിൽ പഠനം നടത്തുന്ന ആളുകൾ നൽകുന്നുണ്ട്. ഇപ്പൊ മാഗ്നറ്റോ റിസപ്ഷൻ, ഭൂമിയുടെ ആ കാന്തിക മണ്ഡലം, ആ മാഗ്നറ്റിക് ഫീൽഡ് നോക്കി അവ സഞ്ചരിക്കും. ഇപ്പൊ നൂതനമായിട്ടുള്ള ചില പഠനങ്ങളിൽ ആ കാന്തിക മണ്ഡലം തന്നെ കണ്ണുകൊണ്ട് കാണാനുള്ള അത്ഭുത സിദ്ധി ചില പക്ഷികൾക്കുണ്ട് അത്രേ. അവരുടെ കണ്ണിലുള്ള ക്രിപ്റ്റോക്രോം എന്നുള്ള ഒരു പ്രത്യേക പ്രോട്ടീൻ ഉള്ളത് കാരണം അതവർക്ക് കാണാൻ സാധിക്കും എന്നുള്ള. സുബ്ഹാനല്ലാഹ്. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ, ഓരോ ജീവികളെയും സൃഷ്ടിക്കുകയും എന്നിട്ട് അതിന് അതിന്റെ പ്രകൃതം നൽകുകയും വഴി കാണിക്കുകയും ചെയ്തവനാണ് എന്റെ രക്ഷിതാവ്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഫിർഔനോട് പറയുന്നുണ്ട്. അപ്പൊ ഈ പക്ഷികളായിട്ട് തന്നെ ബന്ധപ്പെട്ട് അവസാനമായിട്ട് ഏറെ അത്ഭുതപ്പെടുത്തിയ അടുത്ത കാലത്ത് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം നിങ്ങളായിട്ട് പങ്കുവെക്കുകയാണ്. ഇപ്പോൾ ഒരല്പം മുമ്പ് ആ ജന്തുലോകത്തെ വൈവിധ്യങ്ങളെ വിവരിക്കുന്ന മനോഹരമായിട്ടുള്ള ഒരു ഡോക്യുമെന്ററി, ആറ്റംബർഗിന്റെ പെർഫെക്റ്റ് പ്ലാനറ്റ് എന്നുള്ള ഒരു ഡോക്യുമെന്ററി സീരീസ് കണ്ടത് ഓർക്കുന്നുണ്ട്. അതിൽ പക്ഷികളെ സംബന്ധിച്ച്, ഇപ്പൊ ഫ്ലമിംഗോ പക്ഷികളെ സംബന്ധിച്ച് അത്ഭുതപ്പെടുന്ന ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലുള്ള ഏകദേശം മുഴുവൻ ഫ്ലമിംഗോ പക്ഷികളും ഒരു പ്രത്യേക സമയത്ത്
അവിടെ തൻസാനിയയിൽ ഒരു അഗ്നിപർവ്വത തടാകത്തിൽ അവർ ദേശാന്തര ഗമനം നടത്തി അവിടെ സംഗമിക്കുന്നുണ്ട്. ഏകദേശം 2 മില്യൺ 20 ലക്ഷത്തോളം ഫ്ലമിംഗോ പക്ഷികളാണ് അവിടെ സംഗമിക്കുന്നത്. അപ്പൊ അതിന്റെ ആ ഫ്ലമിംഗോ സംഗമത്തിന്റെ ഒക്കെ ഏരിയൽ വ്യൂ അതിമനോഹരമാണ്. അപ്പൊ അവരൊന്നടങ്കം സംഗമിക്കുന്ന ഈ തടാകം നാട്രോൺ തടാകം എന്നുള്ള പേരിൽ കുപ്രസിദ്ധമാണ്. ജീവനുള്ള ഏത് വസ്തുവിനെയും കല്ലുകളാക്കി മാറ്റുന്ന തടാകം എന്നെല്ലാം അത് അറിയപ്പെടാറുണ്ട്. കാരണം ഈ അഗ്നിപർവ്വതത്തിൽ നിന്നും വരുന്ന വർദ്ധിച്ച നൈട്രോ കാർബണേറ്റ് പോലെയുള്ള കെമിക്കലുകളുടെ സാന്നിധ്യം കാരണം ആ തടാകത്തിലേക്ക് ഏത് ജീവി വീണാലും ഉടനെ തന്നെ അതിനെ കല്ലുകളാക്കി, അല്ലെങ്കിൽ ഒരു പ്രതിമ പോലെ അല്ലെങ്കിൽ മമ്മി പോലെ കല്ലുകളാക്കി മാറ്റും എന്നുള്ളതാണ്. ഈ ഒരു തടാകത്തിന്റെ തീരത്തേക്കാണ് ഒരു പ്രത്യേക സമയത്ത് അവിടെയുള്ള ലക്ഷക്കണക്കിന് ഫ്ലമിംഗോകൾ 2 മില്യണോളം അവിടെ മൈഗ്രേറ്റ് ചെയ്ത് സംഗമിക്കുന്നത്. ആ ഒരു കെമിക്കലിനെ അതിജയിക്കാനുള്ള ഒരു സ്കിന്ന് അവക്കുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അവർ ഒന്നടങ്കം അവിടെ മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിച്ചതിന് ശേഷം ആ തള്ളപ്പക്ഷികൾ, ആ തള്ള ഫ്ലമിംഗോകൾ അകലെയുള്ള ഒരു ശുദ്ധജല തടാകത്തിലേക്ക് വെള്ളം തേടി പോകും. പിന്നീട് ഈ കുഞ്ഞുങ്ങൾ ഒരല്പം വളർന്ന് നടക്കാൻ ആരംഭിക്കുന്ന സമയത്ത് ആ തള്ളപ്പക്ഷികളെയും തേടി ലക്ഷക്കണക്കിന് വരുന്ന ആ ഫ്ലമിംഗോ കുഞ്ഞുങ്ങൾ ഒന്നടങ്കം ആ ശുദ്ധജല തടാകത്തിലേക്ക് അവർ പോകുന്നുണ്ട്. അങ്ങനെ അവിടെ എത്തുന്ന സമയത്ത് ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങളുടെ എല്ലാം ഒരുപോലെയാണ്. എങ്ങനെയാണ് മാതാവിനെ തിരിച്ചറിയുക? അവർ പറയുന്നുണ്ട്, ഓരോ കുഞ്ഞും ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാക്കും, അത് അതിന്റെ മാതാവിന് തള്ളപ്പക്ഷിക്ക് കൃത്യമായിട്ട് മനസ്സിലാകും എന്നുള്ളതാണ്. അപ്പൊ ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾക്കും ഒരു യുണീക്കായിട്ടുള്ള ഒരു ശബ്ദം ഉണ്ട് എന്നുള്ള. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത് കേട്ട സമയത്ത് ഉടനെ അന്ന് മനസ്സിലേക്ക് വന്നൊരായത്ത് സൂറത്തുൽ ബഖറയിൽ അള്ളാഹു പറയുന്നുണ്ട്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. രക്ഷിതാക്കൾ സ്വന്തം മക്കളെ തിരിച്ചറിയുന്നത് പോലെ എന്നുള്ളൊരു പ്രയോഗം ആയത്തിൽ വരുന്നുണ്ട്. ആയത്തിന്റെ വിഷയം മറ്റൊന്നാണ്. അത് റസൂലുള്ളാഹിനെ അവർ മനസ്സിലാക്കുന്നതിനെ സംബന്ധിച്ചാണ്. പക്ഷേ ഈ ഒരു സംഭവം കേട്ട ഉടനെ മനസ്സിലേക്ക് വന്നത് ഈ ഒരു ആയത്തായിരുന്നു. ഇനി നമ്മൾ ആ സൂറത്തുൽ മുൽക്കിന്റെ ആയത്തിലേക്ക് തന്നെ മടങ്ങി വരാണ്. ശേഷം അള്ളാഹു പറയുന്നത്, മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, പരമകാരുണികനായിട്ടുള്ള അള്ളാഹു ആണ് അവയെ താങ്ങി നിർത്തുന്നത്. അപ്പൊ അവിടെ താങ്ങി നിർത്തുക എന്നുള്ളതിന്റെ വിവക്ഷ ഏതൊരാൾക്കും വളരെ ലളിതമായിട്ട് ഗ്രഹിക്കാവുന്നതാണ്. മുഫസ്സിറുകളും ആ രൂപത്തിലാണ് വിശദീകരിച്ചിട്ടുള്ളത്. ഇപ്പൊ നമ്മൾ മേലേക്ക് എന്ത് എറിഞ്ഞാലും അതിനെ ഗ്രാവിറ്റി ഉടനെ തന്നെ അതിനെ താഴേക്ക് പുള്ളെയ്യാറുണ്ട്. പക്ഷേ ആ ഗുരുത്വാകർഷണത്തെ എല്ലാം അതിജയിച്ച്, ആ വായുവിന്റെ പ്രതിരോധം എല്ലാം അതിജയിച്ച് അവിടെ നിലനിൽക്കാൻ ആവശ്യമായിട്ടുള്ള ശരീരഘടനയും അതേപോലെ തന്നെ ചിറകുകളെല്ലാം നൽകി അള്ളാഹു അതിനെ നിലനിർത്തി എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ പക്ഷികളെ അനുകരിച്ചുണ്ടാക്കിയ ഫ്ലൈറ്റുകൾ അതിൽ പോകുന്ന സമയത്ത് നമ്മൾ ഓർക്കേണ്ടത് മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ, അള്ളാഹിന്റെ കാരുണ്യാണ്. അതിനെ നമുക്ക് മെരുക്കി അല്ലെങ്കിൽ വിധേയമാക്കി തന്നു. ദരൂലൻ എന്നുള്ള പദം, ടൺ കണക്കിന് ഭാരം നമ്മളെയും വഹിച്ച് അത്രയും വലിയൊരു ഭീമാകാരമായിട്ടുള്ള ഫ്ലൈറ്റ് സ്മൂത്തായിട്ട് അതിലൂടെ പോകുന്നത് അള്ളാഹു നമുക്കത് വിധേയമാക്കി തന്നതുകൊണ്ടാണ്. മാ യുംസിക്കുഹുന്ന ഇല്ല റഹ്മാൻ. ഇപ്പോ സമാനായിട്ട് സൂറത്തുൽ ഫാത്തിറിന്റെ 41-ാമത്തെ വചനത്തിലും ഇന്നല്ലാഹ യുംസിക്കു സമാവാതി വൽ അർള അൻ തസൂല, അള്ളാഹു പറയുന്നുണ്ട്, ആകാശങ്ങളെയും ഭൂമികളെയും ആ യഥാസ്ഥാനങ്ങളിൽ പിടിച്ചു നിർത്തുന്നത് അള്ളാഹു ആണ്. അതേപോലെ തന്നെ സൂറത്തുൽ ഹജ്ജിന്റെ 65-ാമത്തെ വചനത്തിലും അവിടെയും ആ ഉപരിലോകത്തെ ഇതേ രൂപത്തിൽ നിലനിർത്തുന്നതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അവിടെയെല്ലാം അതിനെ സാധ്യമാക്കുന്ന രൂപത്തിലുള്ള പ്രത്യേക ഘടനയും പ്രാപഞ്ചിക നിയമങ്ങളും ബലങ്ങളെല്ലാം നൽകി അള്ളാഹു അതിനെ താങ്ങി നിർത്തി എന്നുള്ളതാണ്. അത് അള്ളാഹു അനുഗ്രഹമായിട്ട് എടുത്തു പറയാണ്. ഇനി ശേഷം ആ പക്ഷികളെ സംബന്ധിച്ച് പറഞ്ഞതിന് ശേഷം അടുത്ത ആയത്തുകൾ നമ്മൾ ആ സൂറത്ത് മൊത്തത്തിലൊന്ന് കൺക്ലൂഡ് ചെയ്യാണ്. 20-ാമത്തെ ആയത്തിൽ അള്ളാഹു അവന്റെ സൈന്യത്തെ സംബന്ധിച്ച് പറയുന്നുണ്ട്, അമ്മൻ ഹാദല്ലദി ഹുവ ജുൻദുൻ ലക്കും യൻസുറുക്കും മിൻ ദൂനിർ റഹ്മാൻ. അള്ളാഹുവിന്റെ ആ സൈന്യത്തെ സംബന്ധിച്ച് അവിടെ പക്ഷികളായിട്ട് തന്നെ കണക്ട് ചെയ്യുന്ന സമയത്ത് അള്ളാഹു അവരെ തന്നെ സൈന്യമായിട്ട് അർസല അലൈഹിം ത്വയ്റൻ അബാബീൽ, നേരത്തെ നമ്മൾ പറഞ്ഞത്. അത് മാത്രമല്ല, അവന്റെ സൃഷ്ടികളിൽ എന്തിനേയും അവന് സൈന്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. കാരണം എല്ലാം അവൻ അവകാശപ്പെടുന്നതാണ്. ലഹു മാഫിസ് സമാവാതി വമാഫിൽ അർളി വമാ ബൈനഹുമ. സൃഷ്ടികൾ മാത്രമല്ല, അപ്പോ പ്രകൃതി പ്രതിഭാസങ്ങളെ പോലെ ഇപ്പൊ സൂറത്തുൽ അഹ്സാബിൽ നമ്മൾ അഹ്സാബ് യുദ്ധത്തിന്റെ ചരിത്രം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സീറയിൽ. അവിടെ അള്ളാഹു അർസൽന അലൈഹിം റീഹൻ വജുനൂദൻ ലൻ തറൗഹ, അള്ളാഹു അവിടെ പറയും ആ കാറ്റിനെയും മലക്കുകളെല്ലാം അയച്ച് അതിനെ പ്രതിരോധിച്ച ആ ഒരു ചരിത്രമെല്ലാം അള്ളാഹു പരിശുദ്ധ ഖുർആനിലും സീറയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കും. പിന്നീട് അള്ളാഹു റിസ്ഖിനെ സംബന്ധിച്ചാണ് പറയുന്നത് 21-ാമത്തെ ആയത്തിൽ, അമ്മൻ ഹാദല്ലദീ യർസുഖുക്കും ഇൻ അംസക റിസ്ഖ. അപ്പൊ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹു ആണ് നിങ്ങളുടെ അന്നദാതാവ്. അവന് നൽകുന്ന ഉപജീവനം നിർത്തിവെച്ചാൽ പിന്നീട് നിങ്ങൾക്ക് ആരാണ് നൽകുക? അതാണ് അവിടെ വരുന്ന ചോദ്യം. അപ്പൊ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതേ കാര്യം തന്നെ തൊട്ടു മുമ്പ് ഭൂമിയെ സംബന്ധിച്ച് പറഞ്ഞ സമയത്തും അള്ളാഹു അവിടെ പറഞ്ഞിരുന്നു. 15-ാമത്തെ ആയത്തിൽ, ഫംശൂഫി മനാകിബിഹ വകുലൂ മിർ റിസ്ഖിഹി, നിങ്ങൾ ആ ഭൂമിയിൽ നിങ്ങൾ നടക്കുക, അവന്റെ ഉപജീവനം അള്ളാഹ് നൽകുന്ന ഉപജീവനത്തിൽ നിന്ന് നിങ്ങൾ ഭക്ഷിക്കുക. അപ്പോൾ ആ ഒരു റിസ്ഖിനെ അള്ളാഹു വീണ്ടും ഇവിടെ ഹൈലൈറ്റ് ചെയ്യാണ്. മനോഹരാണ്. കാരണം ഈ സൂറത്തിന്റെ മൊത്തം തീമുമായിട്ട് അതിനെ ചേർത്ത് വെക്കുന്ന സമയത്ത് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചോദ്യമാണ്. കാരണം ഈ സൂറത്തിൽ അള്ളാഹിന്റെ ആധിപത്യത്തെ സംബന്ധിച്ച്, അള്ളാഹിന്റെ പവറിനെ സംബന്ധിച്ച്, വഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ,
അള്ളാഹ്ക്ക് മാത്രം ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ നൽകാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ആ സൂറത്തിൽ പറയുന്നത്. ഈ ഒരു സൂറത്തിന്റെ ആരംഭം തന്നെ അതായിരുന്നു കാണിച്ചത്. തബാറക്കല്ലദി, ആ തബാറക്ക് എന്നുള്ള ഒരു വിശേഷണം അത് അള്ളാഹ്ക്ക് മാത്രം അർഹായതാണ്. അള്ളാഹുവിനോട് മാത്രമേ അത് ചേർത്ത് പറയാൻ സാധിക്കൂ. അതല്ലാതെ ഇപ്പൊ മുബാറക്ക് എന്നത് ഇപ്പൊ പരിശുദ്ധ ഖുർആനില് ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ സംബന്ധിച്ച് വജഅൽനി മുബാറക്കൻ ഐനമാ കുൻതു, മുബാറക്ക് എന്ന് പറയാം. പക്ഷേ തബാറക് അല്ലെങ്കിൽ സുബ്ഹാന ഇതെല്ലാം അള്ളാഹുവിനോട് മാത്രം, അള്ളാഹു മാത്രം അർഹിക്കുന്ന വിശേഷണങ്ങളാണ്. അള്ളാഹുവിന് മാത്രം അർഹമായിട്ടുള്ള അല്ലെങ്കിൽ അവന് മാത്രം നൽകാൻ സാധിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് ആ പ്രപഞ്ചത്തിൽ അവന് മാത്രമാണ് സൃഷ്ടാവും ആരാധ്യനായിട്ടുള്ളവനെന്ന് ആ സൂറത്തിൽ ആവർത്തിച്ച് അള്ളാഹു സ്ഥാപിക്കുന്നുണ്ട്. അപ്പൊ അതിനിടയിലാണ് ആ റിസ്കിനെ സംബന്ധിച്ച്, ഉപജീവനത്തെ സംബന്ധിച്ചുള്ള ആ ഒരു ചോദ്യം കടന്നു വരുന്നത്. 2 തവണ അതേ കാര്യം അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ട്? കാരണം അവനാണ് ഭൂമിയിലുള്ള അവന്റെ സർവ്വ സൃഷ്ടികൾക്കും ആ ഉപജീവനം നൽകുന്നത്. പരിശുദ്ധ ഖുർആനില് സൂറത്തുൽ അങ്കബൂത്തിന്റെ 60-ാമത്തെ വചനത്തിൽ വകഅയ്യിൻ മിൻ ദാബത്തിൻ ലാ തഹ്മിലു റിസ്ഖഹ അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അല്ലാഹു പറയുന്നുണ്ട് സ്വന്തം ഉപജീവനത്തിന്റെ ചുമതല വഹിക്കാത്ത ഭൂമിയിലുള്ള എത്രയെത്ര ജീവികളുണ്ട്. അല്ലാഹു യർസുഖുഹാ വഇയ്യാകും, അല്ലാഹു ആണ് അവക്കും നിങ്ങൾക്കും ഉപജീവനം നൽകുന്നത്. അപ്പോൾ മനുഷ്യന് മാത്രമല്ല, ഭൂമിയിലുള്ള സർവ്വ ജീവജാലങ്ങളുടെയും അന്നദാതാവായിട്ടുള്ളവൻ അർ റസാഖ്. നേരത്തെ ആ ഹദീസിലും റസൂലുള്ള പറഞ്ഞത്, നിങ്ങൾ നേരാം വണ്ണം അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുകയാണെങ്കിൽ ല റസഖക്കും കമാ യർസുഖു ത്വയ്റ, പക്ഷികൾക്ക് ഉപജീവനം നൽകുന്നത് പോലെ അള്ളാഹു നിങ്ങൾക്ക് നൽകുമെന്നുള്ളത് മറ്റൊരു മനോഹരമായിട്ടുള്ള കാര്യം. ഈ സൂറത്തുൽ അങ്കബൂത്തിന്റെ തൊട്ടുമുമ്പുള്ള ആയത്തിൽ 59-ാമത്തെ ആയത്തിൽ അള്ളാഹു ഭരമേൽപ്പിക്കുന്നതിനെ സംബന്ധിച്ച് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ ഈ പക്ഷികളുടെ ഉപജീവനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ സാന്ദർഭികമായിട്ട് ഓർക്കുന്നത്, ഇപ്പൊ നിലവിലുള്ള ബൈബിളിൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം യേശുക്രിസ്തു പറഞ്ഞതായിട്ട് അവർ ഉദ്ധരിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ നിങ്ങൾക്കൊരിക്കലും 2 യജമാനന്മാരെ ഒരേ സമയത്ത് സേവിക്കാൻ പറ്റില്ല. ഒന്നുകിൽ നിങ്ങൾ ഒരാളെ കൂടുതൽ സ്നേഹിക്കും, അതല്ലെങ്കിൽ മറ്റേ ആളോട് വിരോധം കാണിക്കും. അപ്പൊ 2 യജമാനന്മാർ, ഒന്ന് ദൈവവും മറ്റേത് സമ്പത്തുമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങൾ നാളെ എന്ത് കുടിക്കും, നാളെ എന്ത് ഉടുക്കും, അതിനെ സംബന്ധിച്ച് ഓർത്ത് നിങ്ങൾ പരിഭ്രാന്തരാകരുത്. ആകാശത്തുള്ള പക്ഷികളിലേക്ക് നിങ്ങൾ നോക്കുന്നില്ലേ? അവ വിതക്കുന്നില്ല, കൊയ്യുന്നില്ല, കളപ്പുരകളിൽ ശേഖരിക്കുന്നുമില്ല, എങ്കിലും സ്വർഗസ്ഥനായിട്ടുള്ള ദൈവം അവരെ തീറ്റുന്നു. നിങ്ങൾ അവയേക്കാൾ മൂല്യമുള്ളവരല്ലേ? അതാണ് ചോദ്യം. ഇപ്പൊ ചുരുക്കത്തിൽ ആ സർവ്വ സൃഷ്ടികളുടെയും അന്നദാതാവായിട്ടുള്ളവനാണ് അള്ളാഹു. അന്നല്ലാതെ ഒന്നിനും, ഒരു സൃഷ്ടിക്കും ഇവിടെ നിലനിൽക്കാൻ കഴിയില്ല. എല്ലാം അതിനെ ആശ്രയിക്കുന്നു, എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതിന്റെ ഒരു മറുവശം എന്താന്ന് വെച്ചാൽ, അന്നം കഴിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും സൃഷ്ടാവാകാൻ അല്ലെങ്കിൽ ദൈവമാകാനും കഴിയില്ല. കാരണം അതൊന്നിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുകയാണ്. അന്നം നൽകുന്നവന് മാത്രമേ സൃഷ്ടാവാകാനുള്ള യോഗ്യത ഉള്ളൂ എന്നുള്ളത്, അർ റസാഖ് എന്നുള്ള നാമം. അപ്പൊ അവിടെ ചേർത്ത് വായിക്കേണ്ടത് പരിശുദ്ധ ഖുർആനിൽ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദ. ആ സൂറത്തുൽ മാഇദയിലെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയും അദ്ദേഹത്തിന്റെ അനുയായികളായിട്ട് ബന്ധപ്പെട്ടതാണ്. അദ്ദേഹത്തിന് മീതെ ആ ദിവ്യത്വം ആരോപിച്ച അനുയായികളെ മുഴുവൻ അവസാന നാളിൽ ആ പരലോകത്ത് വെച്ച് അദ്ദേഹം തള്ളിപ്പറയുന്ന ആ ഭീകര നിമിഷങ്ങളെല്ലാം ആ സൂറത്തുൽ മാഇദയുടെ അവസാന ഭാഗത്ത് അള്ളാഹു പറയുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിൽ ആ ദിവ്യത്വം ആരോപിച്ച ആളുകളെ ഖണ്ഡിക്കുന്നതിനിടയിൽ 75-ാമത്തെ ആയത്തിൽ അള്ളാഹു പ്രത്യേകമായിട്ടൊരു കാര്യം പറയുന്നുണ്ട്, കാന യഅ്കുലാനി ത്വആം, അദ്ദേഹവും അദ്ദേഹത്തിന്റെ മാതാവും രണ്ടാളും ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അപ്പൊ അതെന്തുകൊണ്ട് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു, അതിലേക്ക് വരാം. അതിനു മുമ്പ് തൊട്ടടുത്തുള്ള അധ്യായം പരിശുദ്ധ ഖുർആനിലെ 6-ാമത്തെ അധ്യായം സൂറത്തുൽ അൻആം. സൂറത്തുൽ അൻആം ഖുർആനിലെ ഏറ്റവും പവർഫുൾ സൂറത്തുകളിൽ ഒന്നാണ്. അതിന്റെ അവതരണമായിട്ട് ബന്ധപ്പെട്ട് റസൂലുള്ളാഹി പറയുന്നുണ്ട്, ആ സൂറത്ത് നൽകിയത് 70,000 മലക്കുകളുടെ അകമ്പടിയോടുകൂടെയാണ് ആ ഒരു അധ്യായം റസൂലുള്ളാഹിക്ക് നൽകിയത്. അള്ളാഹിന്റെ ആ ഒരു ഏകത്വം അല്ലെങ്കിൽ അവന്റെ ദിവ്യത്വം എല്ലാം അതിശക്തമായിട്ട് സ്ഥാപിക്കുന്ന വളരെ പവർഫുൾ ആയിട്ടുള്ള സൂറത്താണ്. പ്രത്യേകിച്ച് ആ സൂറത്തുൽ അൻആമിന്റെ 90 മുതലുള്ള ആയത്തുകളൊന്ന് വായിച്ചു നോക്കുക. അപ്പൊ ആ ഒരു സൂറത്തിലും വളരെ ശക്തമായിട്ട് അള്ളാഹുവിന്റെ ആ ദിവ്യത്വം, ആ തൗഹീദ് സ്ഥാപിക്കുന്നതിനിടയിൽ അള്ളാഹു പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം 14-ാമത്തെ ആയത്തിൽ, വഹുവ യുത്ഇമു വലാ യുത്അം, അവനാണ് നിങ്ങൾക്ക് ആഹാരം നൽകുന്നവൻ, അവനാരും ആഹാരം നൽകപ്പെടുകയില്ല. അതായത് അള്ളാഹുവാണ് അന്നദാതാവ്, അവൻ ആരോടും അന്നം സ്വീകരിക്കുന്നില്ല. ശേഷം ആ മനുഷ്യ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവുമായി ബന്ധപ്പെട്ട് പറയുന്ന പ്രസിദ്ധമായിട്ടുള്ള ആയത്ത് സൂറത്തു ദാരിയാത്തിന്റെ 57-ഉം 58-ഉം ആയത്തുകളിൽ അള്ളാഹു പറയുന്നുണ്ട്, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, അള്ളാഹുവിനെ ആരാധിക്കാനായിട്ട് അവനെ ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ ജിന്നുകളെയും മനുഷ്യരെയും അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ളത്. ശേഷം ഉടനെ പറയുന്ന കാര്യം നോക്കുക, അടുത്ത ആയത്തിൽ, മാ ഉരീദു മിൻഹും മിർ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ, അവരിൽ നിന്നും ഞാൻ ഒരു ഉപജീവനവും ആഗ്രഹിക്കുന്നില്ല, അവരാരും എനിക്ക് ഭക്ഷണം നൽകേണ്ടതുമില്ല. ശേഷം ഇന്നല്ലാഹ ഹുവർ റസ്സാഖു ദുൽ ഖുവ്വത്തിൽ മതീൻ, അള്ളാഹുവാണ് ആ ഉപജീവനം, ആ അന്നം നൽകുന്നവൻ, അവൻ ശക്തനാണ്. അപ്പൊ പ്രത്യേകമായിട്ട് അവിടെയും അള്ളാഹു ആ ഉപജീവനം നൽകുന്നതിനെ സംബന്ധിച്ച് പറയാണ്. അപ്പൊ ഇവിടങ്ങളിലെല്ലാം അള്ളാഹു ആവർത്തിച്ച് സ്ഥാപിക്കുന്ന ഒരു കാര്യം, അന്നദാതാവായിട്ടുള്ള ഒരാൾക്ക് മാത്രമേ സൃഷ്ടാവാകാൻ പറ്റൂ എന്നുള്ളത്. അതല്ലാത്ത ഒരാള്, അയാളുടെ ശരീരം അല്ലെങ്കിൽ അയാൾ സദാ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇപ്പൊ പരിശുദ്ധ ഖുർആനില്
സൃഷ്ടാവ് എന്നുള്ള അർത്ഥം വരുന്ന സൂറത്തുൽ ഫാത്തിറിന്റെ 15-ാമത്തെ ആയത്തിൽ യാ അയ്യുഹന്നാസ് അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയുൽ ഹമീദ്. മനുഷ്യരെ, അള്ളാഹു മുഴുവൻ മനുഷ്യരെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പറയുന്നത്. മനുഷ്യരെ, നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിലേക്ക് നിങ്ങൾ ആശ്രിതരാണ്, നിങ്ങൾ ആവശ്യക്കാരനാണ്. അതേസമയം അള്ളാഹു ആകട്ടെ അവൻ സ്വയം പര്യാപ്തനാണ്, അവൻ നിരാശ്രയനാണ്. അവൻ ഒരാളെയും ഭക്ഷണത്തിന് ഒന്നിനും ഒരാളെയും ആശ്രയിക്കേണ്ടതില്ല. അങ്ങനെയുള്ള ഒരാൾക്ക് മാത്രമേ, റസാഖായിട്ടുള്ള ആ രൂപത്തിലുള്ള ഒരാൾക്ക് മാത്രമേ നിങ്ങളുടെ സൃഷ്ടാവാകാൻ കഴിയൂ എന്നുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, അതാണ് അള്ളാഹു ഇവിടെ സ്ഥാപിക്കുന്നത്. എത്ര വലിയ ആ ദിവ്യത്തെ ആരോപിക്കുന്ന അല്ലെങ്കിൽ അവകാശപ്പെടുന്ന ഏതൊരു വ്യക്തിയും അയാളുടെ ശരീരം, അയാൾ സദാ ആ ശരീരത്തിന് ഫീഡ് ചെയ്യേണ്ടതുണ്ട്. ആ ഭക്ഷണം കിട്ടാതെ ആകുന്നതോടുകൂടി ആ ശരീരം ദുർബലമാവാണ്. അതേപോലെ തന്നെ അയാൾ നൽകിയ ഭക്ഷണം അത് മറ്റൊരു രൂപത്തിൽ പുറന്തള്ളേണ്ടതുണ്ട്. അപ്പൊ ഈ ദുർബലതകളിൽ അല്ലെങ്കിൽ ഒന്നിനെ സദാ ആശ്രയിച്ചു കൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എങ്ങനെയാണ് ദൈവമാകാൻ കഴിയുക? അതാണ് അള്ളാഹു ചോദിക്കുന്നത്. അപ്പൊ ഭക്ഷണം, ആ റിസ്ക് നൽകിയതിനെ പ്രത്യേകമായിട്ട് എടുത്തു പറയാണ്. ഇത് പരിശുദ്ധ ഖുർആന്റെ ആ പ്രഥമ സംബോധിതരായിട്ടുള്ള ഖുറൈശികളോടും അള്ളാഹു ആ ഒരു അനുഗ്രഹം പ്രത്യേകമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. സൂറത്ത് ഖുറൈശിൽ അല്ലദീ അത്അമഹും മിൻ ജൂഇൻ വ ആമനഹും മിൻ ഖൗഫ്. അള്ളാഹു ആദ്യം ആ ഭക്ഷണം നൽകിയതിന് അവിടെയും അള്ളാഹു ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം അവൻ നൽകിയ റിസ്ക്കും മറ്റ് അനുഗ്രഹങ്ങളെല്ലാം ആസ്വദിക്കുന്ന നിങ്ങൾ അവൻ നൽകിയ കണ്ണും കാതും തുറന്നു വെച്ച് ചിന്തിച്ച് അവനെ അറിയുക. 23-ാമത്തെ ആയത്ത്, കാരണം ഖുൽ ഹുവല്ലദീ അൻശഅകും, അവനാണ് നിങ്ങളെ സൃഷ്ടിച്ചുണ്ടാക്കിയവൻ. അപ്പൊ അതുകൊണ്ട് അവൻ അറിഞ്ഞ് ആ ജീവിതത്തെ അവന് സമർപ്പിക്കുക, നൽകിയ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി ചെയ്യുക. ആയത്തിന്റെ അവസാനം ഖലീലമ്മാ തശ്കുറൂൻ, അള്ളാഹു പറയുന്നുണ്ട്, പക്ഷേ ഒരല്പം മാത്രമേ നിങ്ങൾ നന്ദി ചെയ്യുന്നുള്ളൂ. അപ്പൊ അതാണ് ആ നേരായിട്ടുള്ള യാഥാർത്ഥ്യം. അതല്ലാതെ തലകീഴായിട്ടല്ല യാഥാർത്ഥ്യങ്ങളിലേക്ക് നോക്കേണ്ടത്. ആ തുടക്കം മുതൽ അള്ളാഹു ആ തല ഉയർത്തി അവന് നൽകിയ ബുദ്ധിയും വിവേകമെല്ലാം ഉപയോഗിച്ച് ചുറ്റുപാടിലേക്കും ഉപരിലോകത്തേക്കെല്ലാം നോക്കാനാണ് അള്ളാഹു തുടക്കം മുതൽ ആഹ്വാനം ചെയ്യുന്നത്. അതല്ലാതെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള വിഷൻ മുക്കിബൻ അലാ വജ്ഹിഹി 22-ാമത്തെ ആയത്ത്, ആ രൂപത്തിൽ ജീവിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവര് അതേ രൂപത്തിലായിരിക്കും മരണാനന്തര ജീവിതത്തിലും പുനർജനിക്കുക. സമാനായിട്ട് സൂറത്തുൽ ഇസ്രാഇന്റെ 72-ാമത്തെ വചനത്തിൽ വമൻ കാന ഫീ ഹാദിഹി അഅമ ഫഹുവ ഫിൽ ആഖിറതി അഅമ, ഈ ലോകത്ത് അന്ധത ബാധിച്ച ആളുകൾ അവര് മരണാനന്തര ജീവിതത്തിലും അന്ധരായിട്ട് അവര് പുനർജനിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, ഇപ്പൊ സ്വഹാബികളിൽ റസൂലുള്ളാഹിന്റെ അനുചരന്മാരിൽ ഉന്നത വിജയങ്ങൾ കൈയടക്കിയ അബ്ദുല്ലാഹിബിൻ ഉമ്മു മക്തൂം റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള അന്ധന്മാരുണ്ടായിരുന്നു. അപ്പൊ ഇവിടെ അള്ളാഹു പറയുന്ന അന്ധത എന്നുള്ളത് അത് കണ്ണിന്റെ അന്ധത അല്ല, മറിച്ച് കണ്ണുണ്ടായിട്ടും അന്ധത നടിച്ച ആളുകൾ, ഹൃദയത്തിന് ബാധിച്ച അന്ധതയെ സംബന്ധിച്ചാണ്. ഫഇന്നഹാ ലാ തഅമൽ അബ്സ്വാർ വലാകിൻ തഅമൽ ഖുലൂബുൽ ലതീ ഫിസ് സുദൂർ, തീർച്ചയായിട്ടും അവരുടെ കണ്ണുകളെയല്ല അന്ധത ബാധിക്കുന്നത്, മറിച്ച് അവരുടെ ഹൃദയങ്ങളെയാണ്. സൂറത്തുൽ ഹജ്ജിന്റെ 46-ാമത്തെ ആയത്ത്. അപ്പൊ അന്ധത ബാധിക്കാത്ത ഹൃദയങ്ങളുള്ളവരെ നിങ്ങൾ ആ കണ്ണ് തുറന്ന് യാഥാർത്ഥ്യങ്ങളെ നിങ്ങൾ കാണുക. ഇനി നമ്മൾ ആ സൂറത്തിന്റെ അവസാന ഭാഗം നോക്കുകയാണെങ്കിൽ 23 മുതലുള്ള ആയത്തുകളിൽ ആ ഖുൽ അള്ളാഹു പറയുക എന്നുള്ള ആ ഒരു കൽപ്പനയോടുകൂടെ അത് 6ഓളം തവണ പിന്നീട് അങ്ങോട്ട് ആവർത്തിക്കുന്നുണ്ട്. അപ്പൊ അവിടെ മുതൽ ആ സംബോധനാ രീതി മാറുന്നുണ്ട്. ആ ഒരു സംബോധനാ രീതി മാറി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പ്രാഥമികമായിട്ടും അതല്ലെങ്കിൽ അദ്ദേഹത്തെ പിന്തുടർന്നവരിലൂടെയാണ് അള്ളാഹു പിന്നീട് അഡ്രസ് ചെയ്യുന്നത്. ആ സൂറത്തിന്റെ ഉസ്ലൂബ്, സ്റ്റൈല് പരിശോധിക്കുന്ന സമയത്ത്, ആ സംബോധന മാറുന്ന സമയത്ത് ആ സൂറത്തിന്റെ പാറ്റേണും മാറുന്നത് ശ്രദ്ധേയമാണ്. ആദ്യത്തെ 21 ആയത്തിന്റെ എൻഡിങ് ഒരേ പാറ്റേണിലാണ്. അറാ എന്നുള്ള അക്ഷരത്തിൽ ഖദീർ, ഗഫൂർ, ഫുതൂർ അതേ രൂപത്തിലാണ്. പക്ഷേ പിന്നീട് അങ്ങോട്ട് ആ നൂനും അല്ലെങ്കിൽ മീമും വരുന്ന ആ ഒരു പാറ്റേൺ ആണ് പിന്നീട് അങ്ങോട്ട് വരുന്നത്. സുബ്ഹാനല്ലാഹ്, മനോഹരമാണ്. ഇനി അവസാനത്തെ 30-ാമത്തെ ആയത്ത് ശക്തമായിട്ടുള്ള ഒരു ചോദ്യത്തോടു കൂടെയാണ് ആ സൂറത്ത് അവസാനിക്കുന്നത്. ഖുൽ അറഅയ്തും ഇൻ അസ്ബഹ മാഉകും ഗൗറ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ. നിങ്ങൾ ആ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങാനും വറ്റിപ്പോവുകയാണെങ്കിൽ ആരാണ് നിങ്ങൾക്ക് ആ ഒഴുകുന്ന ആ ഉറവ അല്ലെങ്കിൽ ആ വെള്ളം കൊണ്ടുവന്ന് തരിക? ഇപ്പൊ നമ്മുടെ ഭൂമിയിൽ ആ ജീവന്റെ അടിസ്ഥാനം എന്നുള്ളത് വെള്ളമാണ്. എലിക്സർ ഓഫ് ലൈഫ് എന്നെല്ലാം പറയാറുണ്ട്. വെള്ളമില്ലെങ്കിൽ ജീവനില്ല. പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ അംബിയാന്റെ 30-ാമത്തെ ആയത്തിൽ വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹൈ, അള്ളാഹു പറയുന്നുണ്ട് ജീവനുള്ള എല്ലാത്തിനെയും ഞാൻ ആ വെള്ളത്തിൽ നിന്നാണ് സൃഷ്ടിച്ചത്. അപ്പൊ നമുക്ക് ഭൂമിയിൽ ലഭ്യമാകുന്ന ആ വെള്ളം നമ്മുടെ സൃഷ്ടാവായിട്ടുള്ള അള്ളാഹുവിന്റെ മഹത്തായിട്ടുള്ള കാരുണ്യത്തിന്റെയും അവന്റെ ആധിപത്യത്തിന്റെ എല്ലാം നിദർശനങ്ങളാണ്. അപ്പൊ കാരുണ്യാണെന്ന് മനസ്സിലായി, പക്ഷേ അതെങ്ങനെയാണ് അവന്റെ ആധിപത്യമായിട്ട് അതിനെ ബന്ധിപ്പിക്കുക? അവിടെയാണ് ഈ സൂറത്തിന്റെ തുടക്കവും ഒടുക്കവും നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പൊ ആ സൂറത്തിന്റെ ആരംഭത്തിൽ അള്ളാഹുവിന്റെ അധികാരം, അവന്റെ ആധിപത്യത്തെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ് ആരംഭിച്ചത്. ബിയദിഹിൽ മുൽക്ക് അല്ലെങ്കിൽ സബഅ സമാവാത്തിൻ തിബാഖ, 7 വാനലോകങ്ങളിലുള്ള അവന്റെ അധികാരം എല്ലാം പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. അതേസമയം അവസാനം ആ വെള്ളത്തെ സംബന്ധിച്ചുള്ള ചോദ്യത്തിലൂടെയാണ് ആ സൂറത്ത് അവസാനിപ്പിക്കുന്നത്. അപ്പൊ ഇത് ആധിപത്യം എന്നുള്ള ആ ഒരു പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന സമയത്ത് ഇതിനെ രണ്ടിനെയും, അതായത് അതിന്റെ തുടക്കവും ഒടുക്കവും മനോഹരമായിട്ട് സൂറത്തുൽ ഹൂദിന്റെ 7-ാമത്തെ ആ ഒരു വചനത്തിലൂടെ കണക്ട് ചെയ്യാൻ സാധിക്കും.
അപ്പൊ അവിടെ അള്ളാഹു പറയുന്നുണ്ട്, വഹുവല്ലദീ ഖലഖ സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ വകാന അർശുഹു അലൽ മാ. 6 ഘട്ടങ്ങളിലായിട്ട് ആ 7 ഉപരിലോകങ്ങളെ സൃഷ്ടിച്ചതിനെ സംബന്ധിച്ചും അതിനും മീതെ അവന്റെ ആധിപത്യത്തെ സൂചിപ്പിക്കുന്ന അർശിനെ സംബന്ധിച്ചും ആ ജലത്തിനു മീതെയുള്ള അർശിനെ സംബന്ധിച്ചും അള്ളാഹു അവിടെ പറയുകയാണ്. അപ്പൊ അള്ളാഹു ആ പാനജലം മഴയിലൂടെയും ഭൂമിയിലുള്ള ഉറവകളിലൂടെയും നിങ്ങൾക്ക് നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ പിന്നീട് ആരാണത് നിങ്ങൾക്ക് നൽകുക? അതാണ് ചോദ്യം. അള്ളാഹിനെ സംബന്ധിച്ചിടത്തോളം അതും ഉപ്പുജലാക്കി മാറ്റാൻ യാതൊരു പ്രയാസവുമില്ല. അത് രണ്ടും വേർതിരിച്ച ഒരു വലിയ അനുഗ്രഹത്തെ ഖുർആനിൽ പല ഭാഗത്തും പറയുന്നുണ്ട്. സൂറത്തുൽ ഫാത്തിറും അതേപോലെ തന്നെ സൂറത്തുർ റഹ്മാനിലല്ല മർജൽ ബഹ്റൈനി യൽതഖിയാൻ, അള്ളാഹു അവിടെ എല്ലാം പറയുന്നുണ്ട്. അപ്പൊ അവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഡീഫോൾട്ട് എന്നുള്ളത് ഉപ്പുജലാണ്. മൊത്തം ജലത്തിന്റെ 97% ഉപ്പുജലാണ്. ബാക്കി വരുന്ന ആ 3% ആ 2% മനുഷ്യന് അക്സസിബിൾ അല്ലതാനും. അത് ഐസും മഞ്ഞുമായിട്ട് മറ്റുള്ള മേഖലയിലാണ്. പിന്നീട് വരുന്ന ഒരേ ഒരു ശതമാനം മാത്രമാണ് നമ്മുടെ ശുദ്ധജല സ്രോതസ്സുകളായിട്ട് ഭൂമിയിലുള്ളത്. അത് എക്സെപ്ഷനാണ്. അള്ളാഹു അല്ലാതെ ആ വെള്ളം നിങ്ങൾക്ക് ആരാണ് നൽകുക? അതാണ് ചോദ്യം. അള്ളാഹു നൽകുന്ന ആ വെള്ളം ഒരേ സമയം ശരീരത്തിന്റെയും ആത്മാവിന്റെയും ദാഹശമനിയാണ്. ആത്മാവിന്റെ ദാഹശമനി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ ആ വചനങ്ങളാണ്, പരിശുദ്ധ ഖുർആനാണ്. അപ്പൊ ഖുർആനിലും ഹദീസിലെല്ലാം പല സ്ഥലത്തും ആ പരിശുദ്ധ ഖുർആനെ മഴയോട് അല്ലെങ്കിൽ വെള്ളത്തോട് ഉപമിച്ചതായിട്ട് കാണാൻ സാധിക്കും. അത് മറ്റൊരു വിഷയമാണ്. അപ്പൊ അള്ളാഹു ആ വെള്ളം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ, അള്ളാഹു ആ വെളിച്ചം അവന്റെ ഹിദായത്താകുന്ന വെളിച്ചം നൽകിയിട്ടില്ലായിരുന്നെങ്കിൽ നമ്മൾ സദാ ആ ഇരുട്ടിൽ കഴിയേണ്ടി വന്നേനെ. ആ ഒരു വെളിച്ചത്തെ മരണം വരെ മുറുകെ പിടിക്കാനും അതിൽ ഉറച്ചു നിൽക്കാനുള്ള സൗഭാഗ്യം നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. അല്ലാഹു ആമീൻ. അപ്പൊ ഇവിടെ ഈ ഒരു സൂറത്ത് അതിന്റെ ഒരു ഉള്ളടക്കം ചെറിയ രൂപത്തിൽ വിശദീകരിക്കാനുള്ള ഒരു ശ്രമമായിരുന്നു. അപ്പൊ അതിന്റെ പല ഭാഗവും വേണ്ടത്ര രൂപത്തിൽ കവർ ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പൊ ശ്രോതാക്കളായിട്ടുള്ള ആളുകൾ ആ സൂറത്ത് മനപ്പാടാക്കാനും ആ സൂറത്തുമായിട്ട് പുതിയൊരു ആത്മബന്ധം വളർത്തിയെടുക്കാനെല്ലാം പറയുന്ന ഞാനും നിങ്ങളും അതിനു വേണ്ടി ശ്രമിക്കുക. അതേപോലെ തന്നെ നമ്മുടെ ആ ഒരു വിശദീകരണത്തിൽ പല ന്യൂനതകളും വന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹു അത് നമുക്ക് പുറത്തു വരുമാറാകട്ടെ. അള്ളാഹു ഈ ഒരു സൽക്കർമ്മം സ്വീകരിക്കുമാറാകട്ടെ. റബ്ബന ലാ തുസിഗ ഖുലൂബന ബഅദ ഇദ് ഹദൈതന വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിന വനൂറ സുദൂരിന. റബ്ബന ആതിന ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.